ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസിൽ ഏറ്റവും മോശം പ്രൊഗ്നോസിസ് ഉള്ള ഒരു കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് ഫുട്ട് അൾസർ അഥവാ പ്രമേഹ പാദരോഗങ്ങൾ. ഇത് ദീർഘകാലമായി പ്രമേഹ ബാധിതരിലാണ് കണ്ടുവരുന്നത്. കാലുകളിലുള്ള ഡയബറ്റിക് ന്യൂറോപ്പതി, ഡയബറ്റിക് വാസ്കുലോപ്പതി എന്ന് പറയുന്ന നാഡീവ്യൂഹങ്ങളിലെയും രക്തചംക്രമണത്തിലും വരുന്ന വ്യത്യാസങ്ങൾ ആണ് ഇതിന് കാരണമാക്കുന്നതും ഒരു മുറിവുണ്ടാകുന്നതും. ദീർഘകാലമായ ഡയബറ്റീസ് കാരണം പ്രതിരോധശേഷി കുറയുകയും ഈ ഉണ്ടായ മുറിവിൽ പിന്നെ ഇൻഫെക്ഷൻസ് ഉണ്ടാകുകയും അത് പടരുകയും പിന്നെ കാല് തന്നെ ഒരു സ്റ്റേജിൽ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്കും പോകുന്നു. ഡയബറ്റിക് ഫുട്ട് അൾസർ എങ്ങനെ ചികിത്സിക്കാം? പ്രധാനമായും പ്രമേഹം നമ്മൾ കൺട്രോൾ ചെയ്യുക. കൊളസ്ട്രോൾ കൂടിയിട്ടിരിക്കുന്ന ആൾക്കാർ അത് കൺട്രോൾ ചെയ്യാനുള്ള ചികിത്സ ചെയ്യുക. പിന്നെ എന്തെങ്കിലും മുറിവുകളോ മറ്റോ ഉണ്ടെങ്കിൽ അതിന് ക്ഷതമേക്കാത്ത രീതിയിലുള്ള ഓഫ് ലോഡിങ് ഫുട്ട് വെയർസ് ഉണ്ട്, അത് ഉപയോഗിക്കുക. വളരെ സുഖപ്രദമായും വെയിറ്റ് ആ പ്രദേശത്തേക്ക് എത്താത്ത രീതിയിലുള്ള ഓഫ് ലോഡിങ് ഫുട്ട് വെയർസ് ഉപയോഗിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം കൊണ്ട് ആ മുറിവിനെ ഉണക്കാൻ ശ്രമിക്കുക. ഇതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം? എല്ലാ പ്രമേഹ രോഗികളും എല്ലാ ദിവസവും അവരുടെ പാദ സംരക്ഷണം കൃത്യമായി ചെയ്യുക. എന്തെങ്കിലും മുറിവുകളോ മറ്റോ ത്വക്ക് രോഗങ്ങളോ ഉണ്ടെങ്കിൽ അത് കറക്റ്റായി വൈദ്യസഹായം തേടുക. തരിപ്പോ പുകച്ചിലോ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ മരവിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഒരു രോഗലക്ഷണമാണ് എന്ന് മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സകൾ നേടുക എന്നുള്ളതാണ്.